പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന് ഉജ്ജ്വല വിജയം. LDF സ്ഥാനാർത്ഥി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ 10,212 വോട്ടുകൾക്കാണ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പരാജയപ്പെടുത്തിയത്. പോസ്റ്റൽ വോട്ടുകളടക്കം പോൾ ചെയ്ത 1,52,484 വോട്ടുകളിൽ 66,282 വോട്ടുകൾ നേടിയാണ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദുവിന് 56,070 വോട്ടുകളും NDA സ്ഥാനാർത്ഥി സന്തോഷ് ചിറാക്കുളത്തിന് 27,167 വോട്ടുകളും ലഭിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. ആദ്യ റൗണ്ടിൽ എണ്ണിയ കാട്ടൂർ പഞ്ചായത്തിൽ 1000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് നേടിയ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ എല്ലാ റൗണ്ടുകളിലും ലീഡ് നിലനിർത്തിയാണ് മുന്നേറിയത്. കാരളം, മുരിയാട് ഗ്രാമപഞ്ചായത്തുകൾ എണ്ണിയപ്പോൾ മാത്രമാണ് 1000-ൽ താഴേക്കെത്തിയത്. 8ാം റൗണ്ട് മുതൽ ഓരോ റൗണ്ടിലും ലീഡ് വർദ്ധിപ്പിച്ച അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ ലീഡ് 10,000 കടന്നു. കേരളത്തിലുടനീളമുള്ള ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗത്തിനൊപ്പം കോൺഗ്രസ് നേതാവും മുനിസിപ്പൽ ചെയർമാനുമായ MP ജാക്സന്റെ നേതൃത്വത്തിൽ ബൂത്ത് തലത്തിൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനമാണ് UDFന് വിജയം സമ്മാനിച്ചതെന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് വോട്ടെണ്ണൽ കേന്ദ്രമായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. മണ്ഡലത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നും ഇതിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ്. അതിൽ മുഖ്യമായൊരു കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുള്ള ജനങ്ങളുടെ വലിയ ഒരു പ്രതിഷേധ പ്രകടനമാണ് നമ്മൾ ഈ വോട്ടിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി ഇരിങ്ങാലക്കുട ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലായിരുന്നു. വീണ്ടും ഒരു തിരിച്ചുവരവ് ഇരിങ്ങാലക്കുടയിലും ഐക്യജനാധിപത്യ മുന്നണി നടത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള അതിശക്തമായിട്ടൊരു വികാരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറേ നാളുകളായി വികസന കാര്യങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇവിടെ ചിട്ടയായ പ്രവർത്തനം നടത്തുകയുണ്ടായി. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ വലിയ നിലയിലുള്ള ഒരു പ്രവർത്തനം നടത്തുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ചുക്കാൻ പിടിച്ചത് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാൻ കൂടിയായിട്ടുള്ള MP ജാക്സനാണ്. അദ്ദേഹത്തിൻ്റെ നല്ല നിലയിലുള്ള നേതൃത്വ പാഠവും ഈ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുക. പിന്നെ ഇരിങ്ങാലക്കുട നിയോജകത്തിലെ UDFൻ്റെ കമ്മിറ്റി, അത് നിയോജകമണ്ഡലം കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റികളും 220 ബൂത്താണുള്ളത്. ആ കമ്മിറ്റി അവിടെയൊക്കെ തന്നെയും ചിട്ടയായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ചപ്പോൾ വിജയം വളരെ വേഗത്തിൽ സാധിച്ചെടുക്കാൻ കഴിഞ്ഞു. കൂടാതെ ഈ നിയോജകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങൾക്ക് എപ്പോഴും ഒരു സമീപസ്ഥനായിരിക്കണം എന്നുള്ളൊരു കാര്യമായിരിക്കാം എന്നുകൂടി എനിക്കറിയാം. കാരണം ഞാൻ MLA സമയത്ത് ഇരിങ്ങാലക്കുടയിൽ തന്നെ താമസിച്ച് എല്ലാവരെയും കാണുകയും എപ്പോഴും വരാനും ഇടപെടാനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ വിഭാഗം ആളുകളുടെയും എനിക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ, അവിടെയൊക്കെ കലവറയില്ലാത്ത പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമില്ലാത്ത ആളുകളുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ആരോഗ്യകരമായ മത്സരമാണ് നടന്നിട്ടുള്ളത്. എന്നോടൊപ്പം മത്സരിച്ച
എൻ്റെ പ്രിയപ്പെട്ട മറ്റ് മത്സരാർത്ഥികൾ അവരൊക്കെ മിടുക്കന്മാരും മിടുക്കുകളൊക്കെ തന്നെയാണ്. കുറച്ച് കൂടുതൽ വോട്ട് കിട്ടുന്ന ആളുകൾ മാത്രമല്ല ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ അവർ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സഹകരണം നമുക്കേറെ ആവശ്യമാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിലുള്ള വികസനം നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാവരുടെയും സഹകരണം ലഭിക്കണം. ഒരു MLA ജനങ്ങൾക്കെല്ലാവർക്കും അവകാശപ്പെട്ട ഒരാളാണ്. MLAക്ക് എല്ലാവരും ഉത്തരവാദിത്വമുണ്ട്. അത് വോട്ട് ചെയ്തവരാകട്ടെ വോട്ട് ചെയ്യാത്തവരാകട്ടെ എല്ലാവരും ഉത്തരവാദിത്വമുണ്ട്. ഒരു കുടുംബമായി ഇരിങ്ങാലക്കുടയെ കൊണ്ടുപോകും. ബൂത്ത് തലത്തിൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് UDFന്റെ വിജയത്തിന് ആധാരമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണികൾക്ക് അനുകൂലമായിട്ടുള്ള തരംഗത്തിനൊപ്പം ജനങ്ങളുമായി സംവദിച്ചു നടത്തിയ പ്രവർത്തനങ്ങളും UDFന് അനുകൂലമായി. നിയോജക മണ്ഡലത്തിലെ ഭൂരിഭാഗം ബൂത്തുകളിലും ലീഡ് ചെയ്യാൻ കഴിഞ്ഞതായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി NDA മുന്നണിയുടെ വോട്ട് കുറയ്ക്കാൻ കഴിഞ്ഞതായും MP ജാക്സൺ ചൂണ്ടിക്കാട്ടി. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം 10 വർഷത്തിനു ശേഷം ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. 10 വർഷം മുൻപ് ഞങ്ങൾക്ക് കൈവിട്ടു പോയ നിയോജകമണ്ഡലം വീണ്ടും വർദ്ധിത വീര്യത്തോടുകൂടി 10,212 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു പിടിക്കുകയാണ്. ശക്തയായ ഒരു മന്ത്രിയെ പരാജയപ്പെടുത്തിയിട്ട്, ഒരു ചെറിയ MLA സ്ഥാനാർത്ഥിയെ അല്ല പരാജയപ്പെടുത്തിയത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹ്യനീതി വകുപ്പിൻ്റെയും ചുമതലയുള്ള വനിതാ മന്ത്രിയെ പരാജയപ്പെടുത്തിയിട്ടാണ് ശ്രീ ഉണ്ണിയാടൻ 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇന്ന് ഈ നിയോജകമണ്ഡലത്തിൽ വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ ത്രിവർണ്ണ പതാക പാറിപ്പറിപ്പിക്കാനായിട്ട് ഇടവരുത്തിയത്. ഞങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളതാണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതിനുള്ള എല്ലാ പ്രാരംഭമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി ഒരു തർക്കങ്ങൾക്കും ഇടവരുത്താതെ ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലും ഏകോപിപ്പിച്ച പ്രവർത്തനം നടത്താനും ജനങ്ങളുമായി നല്ല രീതിയിൽ സംവദിക്കാനും ഞങ്ങൾക്ക് സാധിച്ച ഒറ്റ കാരണം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ആഘോഷിക്കാനായിട്ട് സാധിച്ചത്. മിക്ക ബൂത്തുകളിലും ഭൂരിപക്ഷം നേടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. BJPക്ക് ഇതുവരെ ലഭിച്ച വോട്ടുകളെക്കാളൊക്കെ പിന്നോക്കം കൊണ്ടുപോകാൻ അവരെ നിർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു വിജയമാണ്. ശ്രീ സന്തോഷ് ചെറാകുളം ആദ്യം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് പോലും 15 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണി നിയോജകമണ്ഡലത്തിൽ വലിയ തിരിച്ചുവരവും ഈ നിയോജകമണ്ഡലം കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടയാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അടുത്ത 5 വർഷം ഈ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഞങ്ങളൊരു ടീമായി ഒരുമിച്ചുണ്ടാവും. അത് ഈ നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനവും വളർച്ചയും ഉറപ്പുവരുത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അല്ല, LDFൻ്റെയും BJPയുടെയും വോട്ട് ജനങ്ങൾ 2 രാഷ്ട്രീയ പാർട്ടികളോടും വലിയ താല്പര്യം ഇപ്പോൾ കാണിക്കുന്നില്ല എന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമുക്ക് കാണിച്ചു തന്നു. NDAക്ക് 2-3 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരും വിജയിക്കാൻ സാധിച്ചു. അത് അവിടെ സ്ഥാനാർത്ഥികളുടെ മോശം കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്ഥാനാർത്ഥികൾ അങ്ങനെ ഒരു സജീവമായി അവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ചാത്തന്നൂരായാലും നേമത്തായാലും കഴക്കൂട്ടത്തായാലും അതിനൊരു സീരിയസ് ആയിട്ട് എടുക്കാത്ത കാരണം കൊണ്ടായിരിക്കണം അവിടെ പരാജയപ്പെടാനുണ്ടായ കാരണം. NDA മുന്നണി ഇനി അപ്രസക്തമാകാൻ പോവുകയാണ്. കാരണം BDJS എന്ന് പറയുന്ന രാഷ്ട്രീയം അവസാനിക്കും. 2020യുടെ രാഷ്ട്രീയം അവസാനിക്കും. സാബു ജേക്കബ് സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് നേട്ടമൊക്കെ നേടും. പക്ഷേ NDA എന്നുള്ള മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ ക്ലച്ച് പിടിക്കാത്തൊരു സ്ഥിതിയിലേക്ക് എത്തി എന്ന് ഈ തിരഞ്ഞെടുപ്പ് നമുക്ക് തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ 2 മുന്നണിക്കും വോട്ട് കുറഞ്ഞതിൻ്റെ കാരണം ഐക്യജനാധിപത്യ മുന്നണി ആളുകളുമായിട്ട് അത്രമാത്രം നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തി വോട്ട് സമാഹരിക്കാനായിട്ട് സാധിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയം സൂക്ഷ്മമായി വിലയിരുത്തണമെന്ന് CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് തങ്ങൾ ചർച്ചയാക്കിയത്. സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയം ഇവിടെയും ബാധിച്ചിട്ടുണ്ടാകാം. ജനങ്ങളുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ പരാജയം പഠിച്ച് മുന്നോട്ടു പോകുമെന്നും VA മനോജ് കുമാർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ മുന്നണി നേരിട്ടത് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയും ഈ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പാക്കി എന്നുള്ള ഒരു പ്രവർത്തന മികവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പരാജയമാണ് ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. പരാജയത്തിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് പാർട്ടി എന്ന രീതിയിലും ഇടതുപക്ഷ മുന്നണി എന്ന രീതിയിലും ഞങ്ങൾ പരിശോധിക്കും. ഏറ്റവും താഴെത്തട്ടിലെ ജനങ്ങളുമായിട്ടുള്ള ഏറ്റവും അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ മുന്നണി. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണി
ഈ പരാജയത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാജയം നേരിടേണ്ടി വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായിട്ടുള്ള പരിശോധന സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരെയും ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി CPM-ന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ പരിശോധിക്കുമ്പോൾ റിസൾട്ട് കാണുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമായിട്ടും 3 മുന്നണി സ്ഥാനാർത്ഥികളാണല്ലോ മത്സരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ മുന്നണി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് ഇപ്പോൾ അത്ര വോട്ട് കാണാനില്ല. അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണി എന്ന രീതിയിൽ ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ വളരെ ഇടതുപക്ഷ മുന്നണിക്കെതിരായിക്കൊണ്ടുള്ള കടന്നാക്രമണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള മാന്യതയും മര്യാദയും പുലർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ജനങ്ങളുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, വികസനം ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇനിയും ശക്തമായി ഞങ്ങൾ തുടരും. ഈ പരാജയം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തോൽവി എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുകയല്ല, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷം എന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് ഒരു സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു പൊതു ചിത്രം നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. പൊതുവിൽ ഇടതുപക്ഷ മുന്നണിക്ക് നല്ല കരുത്തുള്ള മണ്ഡലങ്ങളിൽ പോലും വൻതോതിൽ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് കുറഞ്ഞ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് പരിശോധിക്കുമ്പോൾ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ അങ്ങനെ ഒരു കുറവ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. സ്വാഭാവികമായിട്ടൊരു സംസ്ഥാനത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു അലയൊലി ഇരിങ്ങാലക്കുടയിലും ഉണ്ടായേക്കാം, സ്വാഭാവികമായിട്ടും അതുണ്ടാവാം. അതല്ലാതെ അത് വിട്ടിട്ടുള്ള ഒരു കുറവ് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. UDF വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ LDF-നും NDA-ക്കും വോട്ട് ചോർച്ച. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ലെ ഡോക്ടർ R. ബിന്ദുവിന് 62,493 വോട്ടുകളും UDF-ലെ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടിന് 56,544 വോട്ടുകളും NDA-യിലെ ജേക്കബ് തോമസിന് 34,325 വോട്ടുകളുമാണ് ലഭിച്ചിരുന്നത്. ഇക്കുറി UDF-ലെ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടിന് 66,282 വോട്ടുകളും LDF-ലെ ഡോക്ടർ R. ബിന്ദുവിന് 56,071 വോട്ടുകളും NDA-യിലെ സന്തോഷ് ചെറാക്കുളത്തിന് 27,167 വോട്ടുകളുമാണ് ലഭിച്ചത്. 2021 അപേക്ഷിച്ച് UDF 9,738 വോട്ടുകൾ വർദ്ധിപ്പിച്ചപ്പോൾ LDF-ന് 6,432 വോട്ടുകളും NDA-ക്ക് 7,158 വോട്ടുകളുമാണ് നഷ്ടമായത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. രാജീവ് ഗാന്ധി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MP ജാക്സൺ, കൺവീനർ അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ സോണിയ ഗിരി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആൻഡോ പെരുമ്പിള്ളി, TV ചാർലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത്, ഷാറ്റോ കുര്യൻ, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ എന്നിവർ നേതൃത്വം നൽകി.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.